യേശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവജനമേ, ചെറുപുഷ്പം പ്രയർ മിഷനിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ മൈക്കിൾ തോമസ്. ആന്തരിക സൗഖ്യം പാർട്ട് 2. ഈ വീഡിയോയിലെ പ്രതിപാദ്യങ്ങൾ ഒരു വ്യക്തിയിൽ മനസ്സ് രൂപപ്പെടുന്നതെപ്പോൾ, ആന്തരിക മുറിവുകൾ എപ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു, മനുഷ്യ മനസ്സ് ഒരു യുദ്ധക്കളമാണെന്ന് ബൈബിൾ പറയുന്നു, ആന്തരിക സൗഖ്യം എങ്ങനെ ലഭ്യമാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. ആന്തരിക സൗഖ്യം 1-ാം ഭാഗം വീഡിയോയിൽ ആന്തരിക സൗഖ്യം എന്താണ് മനസ്സ്, മനസ്സിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, മനസ്സിന്റെ വിവിധ തലങ്ങൾ, ബോധമനസ്സ്, ഉപബോധമനസ്സ്, അബോധമനസ്സ്, ഇവയെല്ലാം മുറിവേറ്റ ഓർമ്മകൾ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു, മനസ്സിന്റെ മുറിവുകൾ എങ്ങനെ സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ആന്തരിക സൗഖ്യം 1-ാം ഭാഗം കേട്ടതിന് ശേഷം 2-ാം ഭാഗം കേൾക്കുക. ചെറുപുഷ്പം പ്രയർ മിഷൻ ചാനലിൽ ഏതാണ്ട് 40-ൽ പരം വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഈ വീഡിയോകൾ കേൾക്കാവുന്നതാണ്. വീഡിയോകൾ കേട്ടതിന് ശേഷം അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേൾക്കട്ടെ. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ആന്തരിക സൗഖ്യം 2-ാം ഭാഗത്തിലേക്ക് കടക്കാം. മനസ്സ് രൂപപ്പെടുന്നതെപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ജീവൻ വയ്ക്കുമ്പോൾ മുതൽ കുഞ്ഞിന്റെ മനസ്സ് രൂപപ്പെടുന്നു. ഗർഭസ്ഥാവസ്ഥയിൽ അമ്മയുടെ മാനസികാവസ്ഥ ശിശു സ്വീകരിക്കുന്നു. ഗർഭസ്ഥാവസ്ഥയിൽ അമ്മയ്ക്ക് സന്തോഷമായിരുന്നാൽ കുഞ്ഞും സന്തോഷത്തിലായിരിക്കും. ഗർഭസ്ഥാവസ്ഥയിൽ അമ്മയുടെ മാനസികാവസ്ഥ ദുഃഖമായിരുന്നാൽ ആ ദുഃഖം കുഞ്ഞിലേക്കും വ്യാപരിക്കും. അമ്മയുടെ എല്ലാ വൈകാരിക അവസ്ഥകളും കുഞ്ഞ് സ്വീകരിക്കുന്നു എന്ന് സാരം. കുഞ്ഞിന്റെ മനസ്സിന്റെ മാനസിക ആരോഗ്യം പരിപാലിക്കാൻ അമ്മയുടെ മാനസിക അവസ്ഥ പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കേണ്ടതുണ്ട്. ഗർഭാവസ്ഥയിൽ അമ്മയുടെ മനസ്സിന് മുറിവേറ്റാൽ കുഞ്ഞിന്റെ മനസ്സിനും ആ മുറിവേൽക്കും. അമ്മയുടെ മനസ്സിൽ ഭയമാണെങ്കിൽ അത് കുഞ്ഞിനെയും ബാധിക്കും. അമ്മയുടെ മനസ്സിൽ അപകർഷതാബോധമാണെങ്കിൽ അത് കുഞ്ഞിലേക്കും വ്യാപരിക്കും. അമ്മയുടെ മനസ്സിൽ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും പ്രതികാരവും തുടങ്ങിയ നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ അതെല്ലാം കുഞ്ഞിന്റെ മനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അമ്മ ഭക്തിയിലും
ദൈവവിചാരത്തിലും പ്രാർത്ഥനയിലുമാണെങ്കിൽ ആ പോസിറ്റീവ് ഇമോഷൻസ് എല്ലാം കുഞ്ഞിലും ഉണ്ടാവും. ഇത് പ്രതിഫലിപ്പിക്കുന്ന ഒരു സംഭവം ബൈബിളിൽ സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്ക വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് മറിയം തൻ്റെ ഇളയമ്മയായ ഏലീശ പുണ്യവതിയെ സന്ദർശിക്കുന്നതായി ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്ക 1:41 ഇപ്രകാരം പറയുന്നു: മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്ന്. ലൂക്ക 1:44 പറയുന്നു: ഇതാ നിന്റെ അഭിവാദനം എന്റെ ചെവിയിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന സ്നാപക യോഹന്നാൻ എങ്ങനെ സന്തോഷത്താൽ കുതിച്ചു ചാടി? അത് അമ്മയുടെ സന്തോഷം കുഞ്ഞിലേക്ക് പകരപ്പെട്ടതാണ്. അമ്മയ്ക്ക് സന്തോഷമുണ്ടായപ്പോൾ ആ സന്തോഷം കുഞ്ഞിലേക്ക് വ്യാപരിക്കും എന്ന സാരം. നേരെ മറിച്ചൊരു സിറ്റുവേഷൻ ആണെന്ന് സങ്കല്പിക്കുക. അമ്മയ്ക്ക് സന്തോഷത്തിന് പകരം ദുഃഖമാണ് ഉണ്ടാകുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ മനസ്സിലും ആ ദുഃഖം വ്യാപരിക്കും, കുഞ്ഞിൻ്റെ മനസ്സിന് മുറിവേൽക്കും. ഗർഭിണിയായ അമ്മയുടെ മനസ്സിന്റെ വ്യാപാരം അതേപടി ശിശുവിലേക്കും വ്യാപരിക്കും എന്ന സാരം. റോമാലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 16-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: വേര് പരിശുദ്ധമാണെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. അമ്മയുടെ മനസ്സ് പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ട് നിറഞ്ഞിരുന്നാൽ ശിശുവിൻ്റെ മനസ്സും പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ട് നിറഞ്ഞിരിക്കും. നേരെ മറിച്ചും അമ്മയുടെ മനസ്സിൽ നെഗറ്റീവ് ഇമോഷൻസ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഇമോഷൻസ് എല്ലാം കുഞ്ഞും സ്വീകരിക്കും. അപ്പോൾ ഗർഭസ്ഥാവസ്ഥയിൽ അമ്മ വളരെ ശ്രദ്ധയോടുകൂടെ ജീവിക്കണം. ഇല്ലെങ്കിൽ അത് കുഞ്ഞിൻ്റെ ആന്തരിക ആരോഗ്യത്തെ ബാധിക്കും. മാനസിക ആരോഗ്യമുള്ള ഒരു ശിശുവിനെ ലഭിക്കാൻ അമ്മ മാനസിക ആരോഗ്യമുള്ളവളായിരിക്കണം എന്ന് സാരം. ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ശിശുവിന് ജീവൻ ഉള്ളതുകൊണ്ട് കുഞ്ഞിന് മനസ്സും മറ്റു വികാരങ്ങളും ഉണ്ട്. അമ്മയുടെ മാനസിക ആരോഗ്യം കുഞ്ഞ് അമ്മയിൽ നിന്ന് സ്വീകരിച്ച് ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കുന്നു. ഗർഭസ്ഥാവസ്ഥയിൽ അമ്മയ്ക്ക് ആന്തരിക സമ്മർദ്ദമുണ്ടായാൽ, ടെൻഷൻ ഉണ്ടായാൽ അത് കുഞ്ഞിനെയും ബാധിക്കും. ഗർഭസ്ഥാവസ്ഥയിൽ അമ്മയ്ക്ക് ഭയമുണ്ടായാൽ, വിപരീത ചിന്തകൾ ഉണ്ടായാൽ, നെഗറ്റീവ് തോട്ട്സ് അവരെ ഭരിച്ചാൽ, വിപരീത വികാരങ്ങൾ ഭരിക്കപ്പെടുകയാണെങ്കിൽ, നെഗറ്റീവ് തോട്ട്സ് അവരിലുണ്ടെങ്കിൽ അതെല്ലാം കുഞ്ഞിലേക്കും വ്യാപരിച്ച് ജന്മനാ തന്നെ ആന്തരിക മുറിവുള്ള കുഞ്ഞായിട്ടായിരിക്കും അത് ജനിക്കുന്നത്. അമ്മ ശാരീരികവും മാനസികവുമായി ആരോഗ്യമുള്ളവളായിരുന്നാൽ ശിശുവിന് അതുണ്ടാവും. സ്ത്രീകൾ അവരുടെ ഗർഭസ്ഥാവസ്ഥയിൽ വളരെ കരുതലോടെ
ജീവിതത്തെ പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് വചനം റോമ 11:16 പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധയോടെ ഗർഭസ്ഥാവസ്ഥ കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇതിനെ ഇലസ്ട്രേറ്റ് ചെയ്യാൻ ഒരു സംഭവകഥ ഞാൻ പറയാം. ഒരിക്കൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമായി ഒരമ്മ വന്നു. കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വന്നതാണ്. ഈ കുട്ടിയെക്കുറിച്ച് വലിയ പരാതിയാണ്. അവൻ സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുന്നു. സ്വഭാവ വൈകൃതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവ വൈകൃതങ്ങളാണ്. അവൻ്റെ നാവിൽ നിന്ന് വരുന്നത് എന്താണെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കൂടെയുള്ള കുട്ടികളെ, പഠിക്കുന്ന കുട്ടികളെ ഉപദ്രവിക്കും. അധ്യാപകരെ അനുസരിക്കുകയില്ല. ഒരു വിപരീത പ്രവർത്തികൾ, വിപരീത രീതിയിലുള്ള പ്രവർത്തന ശൈലി. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കത്തില്ല. അവരോട് നിഷേധാത്മകമായ രീതിയിൽ പെരുമാറും. അങ്ങനെയാണ് അമ്മ മകനുമായി എൻ്റെ അടുത്ത് വന്നത്. ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഞാൻ ആ അമ്മയോട്, ആ മകളോട് ചോദിച്ചു, ഇവനെ ഗർഭസ്ഥാവസ്ഥയിൽ, നീ ഗർഭിണിയായിരിക്കുമ്പോൾ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഗർഭഛിദ്രത്തിന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവോ? കുറെ നേരം കുനിഞ്ഞിരുന്നിട്ട് അവൾ പറഞ്ഞു, അതെ, ഈ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ, ഗർഭഛിദ്രം നടത്തുവാൻ ഞങ്ങൾ ഡോക്ടറെ സമീപിച്ചു. അനാരോഗ്യം കാരണം അത് ഡോക്ടർ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഈ കുഞ്ഞ് ഇന്ന് ജീവിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ അമ്മയുടെ എല്ലാ വികാരങ്ങളും, അവനോടുള്ള മനോഭാവം അവൻ ഉള്ളിൽ കിടന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കി. എന്നെ അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, എന്നെ നശിപ്പിക്കാൻ കൊണ്ടുപോകുന്നു, എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നു, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ എന്ന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടാവാം. ആന്തരിക മുറിവുള്ള ഒരു മകനാണ് ആ മകനെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുന്നത്? വൈരൂപ്യമുള്ള ഒരു സ്വഭാവത്തിന്റെ ഉടമയായി അവൻ മാറിയത് അവന്റെ കുറ്റമല്ല, പിന്നെയോ അവന്റെ മാതാപിതാക്കളുടെ കുറ്റമാണ്. എന്തായാലും അവന് ആന്തരിക സൗഖ്യ ശുശ്രൂഷയ്ക്കായി ആ പ്രക്രിയയിലൂടെ കൊണ്ടുപോയി അവന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ കിടന്ന എല്ലാ മുറിവേറ്റ ഓർമ്മകളെയും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഉള്ളി പൊളിച്ച് കളയുന്നത് പോലെ, ഉള്ളിയുടെ ആദ്യ അല്ലി പൊളിച്ചു കഴിയുമ്പോൾ അടുത്ത തൊലി വരും, അതും പൊളിച്ചു കളഞ്ഞ് അങ്ങനെ ഓരോരോ മുറിവുകൾ അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ, അബോധ മനസ്സിൽ കിടന്നിരുന്ന എല്ലാ മുറിവേറ്റ ഓർമ്മകളെയും എടുത്തു മാറ്റി യേശുക്രിസ്തുവിന്റെ പ്രതിരൂപമായ ദൈവസ്നേഹത്താൽ നിറച്ചപ്പോൾ അവന് ആന്തരിക സൗഖ്യമുണ്ടായി. പിൽക്കാലത്ത് അവൻ നല്ല കുട്ടിയായി പള്ളിയിലെ കുർബാനയ്ക്ക് കയറുന്ന ശുശ്രൂഷയായി മാറി. അങ്ങനെ അവന്റെ സ്വഭാവ വൈകൃതത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപനായി അവൻ മാറ്റപ്പെട്ടു. ആന്തരിക സൗഖ്യ ശുശ്രൂഷ എത്ര പ്രാധാന്യം അർഹിക്കുന്നു എന്നത് വെളിവാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കഥ. മനുഷ്യ മനസ്സ് ഒരു യുദ്ധക്കളമാണെന്നാണ് ബൈബിൾ പറയുന്നത്. കൊറിന്ത്യസ് ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് 2 കൊറിന്ത്യസ് 4-ാം അധ്യായത്തിന്റെ 4-ൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഈ ലോകത്തിന്റെ ദേവൻ
അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ ലോകത്തിന്റെ ദേവനെന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നത് സാത്താനെയാണ്. സാത്താൻ എന്തു ചെയ്തു? അവിശ്വാസികളായ അവരുടെ മനസ്സിനെ കെട്ടി അവരെ അന്ധരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് കാണാൻ കഴിയുന്നില്ല. ആന്തരിക ആരോഗ്യത്തെക്കുറിച്ചാണ് വചനം പറയുന്നത്. ആരോഗ്യമില്ലാത്ത മനസ്സിൽ സാത്താൻ ഇടം പിടിക്കും. സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത് എന്ന വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വചനം നമുക്ക് താക്കീതും നൽകുന്നുണ്ട്. സാത്താന് നമ്മിൽ ഇടം കൊടുത്താൽ അവൻ നമ്മളുടെ കണ്ണുകളെ കെട്ടും. സാത്താൻ മനുഷ്യ മനസ്സിനെ അന്ധമാക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രതിരൂപമായ യേശു ക്രിസ്തുവിനെ കാണാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ലഭ്യമാകുന്നില്ല. യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിന്റെ കണ്ണുകളെ സാത്താൻ കെട്ടിയിട്ടിരിക്കുകയാണ്. മനുഷ്യ മനസ്സുകൾക്ക് കാവലായി സാത്താൻ ഉള്ളപ്പോൾ അവരുടെ ചിന്തകൾ കഠിനമാണ്. വിപരീത ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും അവരെ ഭരിക്കുക. ആന്തരിക സൗഖ്യത്തിന്റെ വിജയസാധ്യതകളെ ഇല്ലാതാക്കുന്നത് ഈ സാത്താനാണ്. ലോകത്തിന്റെ ദേവനെന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന സാത്താൻ മനുഷ്യ മനസ്സുകളെ അന്ധമാക്കുന്നു. മാത്രമല്ല, കൊളോസോസ് ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 21 ദൈവത്തിന്റെ വചനം പറയുന്നു, ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരായിരുന്നു എന്ന്. മനസ്സിൽ ശത്രുത പുലർത്തുന്നതിൽ സാത്താന്റെ പങ്കിനെ കുറിച്ചാണ് വചനം പറയുന്നത്. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 7 പറയുന്നു, ജഡിക അഭിലാഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. ദൈവത്തിന്റെ ശത്രുവായി മനസ്സ് മാറുന്നത് ജഡിക അഭിലാഷങ്ങളാലാണ്. ജഡിക അഭിലാഷങ്ങൾ തരുന്നത് ലോകത്തിന്റെ ദേവനായ സാത്താനാണ്. സാത്താനെ എത്രമാത്രം മനസ്സിനെ ഭരിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് വചനം നമ്മെ സൂചിപ്പിക്കുന്നത്. ഈ വചനങ്ങളിൽ നിന്നും ഇരുട്ടിന്റെ അധിപന്മാർ എത്രമാത്രം മനുഷ്യ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യ മനസ്സിനെ സാത്താൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയെന്നും നമുക്ക് ഈ വചനത്തിലൂടെ കാണാൻ കഴിയും. സാത്താനിൽ നിന്ന് വരുന്ന എല്ലാ പ്രലോഭനങ്ങളും മനുഷ്യ മനസ്സിലാണ് ഉണ്ടാകുന്നത്. പ്രലോഭനങ്ങളെല്ലാം നമുക്ക് തരുന്നത് ചിന്തകളിലൂടെയാണ്. നമ്മുടെ ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് നാം അറിഞ്ഞിരിക്കണം. ആന്തരിക മനുഷ്യന്റെ ദുരവസ്ഥയിൽ നിന്നുള്ള മോചനം വേണമെന്ന് ഇത് അർത്ഥമാക്കുന്നു. അതായത് ആന്തരിക സൗഖ്യത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 27:19 കാണുന്നുണ്ട്. വെള്ളത്തിൽ മുഖം പ്രതിബിംബിച്ചിരിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് വചനം പറയുന്നു. ഒരു മനുഷ്യന്റെ സുസ്ഥിതിക്കും ദുസ്ഥിതിക്കും അവന്റെ മനസ്സിനെ
ആശ്രയിച്ചിരിക്കുന്നു എന്ന് സാരം. വിശ്വാസിയുടെ മനസ്സ് ദുരാത്മാക്കളെ ചെറുത്ത് നിൽക്കാനും നേരിടാനും കഴിയണം. ഇല്ലെങ്കിൽ മനസ്സിനെ വഞ്ചിക്കാനും ചതിക്കാനും കബളിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും സാത്താൻ വഴിയൊരുക്കും എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. ഇതുവരെ നാം ചിന്തിച്ചത് മനസ്സ് രൂപപ്പെടുന്നതിനെ പറ്റിയും ആന്തരിക മുറിവുകൾ രൂപപ്പെടുന്നതിനെ പറ്റിയും മനുഷ്യ മനസ്സിൽ സാത്താൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയും ഇതിൽ നിന്നുള്ള മോചനത്തിന്റെ ആവശ്യകതയെ പറ്റിയും അതാണ് നാം ചിന്തിച്ചത്. ഇനി ആന്തരിക സൗഖ്യം 3-ാം ഭാഗം കാണുമല്ലോ. ഈ 2-ാം ഭാഗം ആന്തരിക സൗഖ്യം 2-ാം ഭാഗം കേട്ടതിന് ശേഷം ചെറുപുഷ്പം പ്രയർ മിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റുള്ളവർ ഇത് കേൾക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. അങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം. കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെയാണ്. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.